സൂപ്പർ. അങ്ങനെയാണെങ്കിൽ ലൊക്കേഷൻ ഫിക്സ് ആയല്ലോ. അച്ഛനൊക്കെ അല്ലേ? കള്ളച്ചെറുക്ക, ഇവിടെ ഇപ്പൊ എല്ലാം ഓക്കെ ആയില്ലേ? ബാ, ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്നൊന്ന് നോക്കിയിട്ട് വരാം. താങ്ക് യു സുമേഷേ, താങ്ക് യു സോ മച്ച്. താൻ എന്നെ കറക്റ്റ് സമയത്ത് രക്ഷിച്ചു. പിന്നെ എന്ത് ചെയ്യാനാ ബോസ്? ബോസിന്റെ ആഗ്രഹവും സാധിക്കണം, മേഡത്തിന് വിഷമം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് കള്ളം പറയുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞേ. വാട്ട് എവർ, ഇവിടെ നിൽക്ക്. താങ്ക് യു സോ മച്ച്. കൊള്ളാലോടാ സുമേഷ്, തനിക്ക് ബുദ്ധി ഉണ്ടെന്ന് തെളിയിച്ചല്ലേ? എന്റെ അളിയാ, അവന് ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ അവൻ ഉപയോഗിക്കാറില്ലെന്നുള്ളൂ. എന്താ നിനക്ക് എന്തു പറ്റി? ഒന്നുമില്ല. കുറച്ചു മുൻപ് ഈ റിസോർട്ടിൽ വെച്ച് കല്യാണം നടത്തണമെന്ന് പറഞ്ഞപ്പോ അതൊരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ ആളായിരുന്നില്ലേ നീ? എന്നിട്ട് ഇപ്പൊ ഈ കാര്യത്തിന് താങ്ക്സ് പറയാണോ? നീ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുമ്പോ എനിക്ക് കൺഫ്യൂഷനാ ഉണ്ടാവുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ വേദാന്ത്? ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചത്. ഞാൻ ജനിച്ച ഓരോ നിമിഷവും ഓരോ സമയവും അച്ഛനും അമ്മയും എത്ര കഷ്ടപ്പെട്ട ഓരോ രൂപ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കണ്ടത്. കല്യാണ പെണ്ണാവുമ്പോ എല്ലാരേക്കാളും നന്നായി കല്യാണം നടത്തണം, ഗ്രാൻഡ് ആക്കണമെന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അതൊക്കെ ഒരു സ്വപ്നം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് മാതാപിതാക്കൾക്ക് കടം ഉണ്ടാവും, വിഷമം ഉണ്ടാവും എന്നൊക്കെ ആലോചിക്കുമ്പോ ഈ ആഡംബരത്തിന്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് മനസ്സിൽ തോന്നും. സ്നേഹിച്ച ആളെ തന്നെ കല്യാണം കഴിച്ചു തരാന്ന് അവര് സമ്മതിച്ചതല്ലേ? ഇനി അവരെ കൂടുതൽ വേദനിപ്പിക്കണമെന്നാ ഞാൻ ആലോചിച്ചത്. ചേച്ചിയുടെ കല്യാണം നടത്തിയപ്പോണ്ടായ കടങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നാലെ എന്റെ കല്യാണം ഇത്രയും വലിയൊരു സ്ഥലത്ത് വെച്ച് നടത്തുമ്പോ ഞാൻ അവരുടെ മേലെ കൂടുതൽ ഭാരം വെക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നേ. എന്തായാലും ഇത് നിന്റെ ഫ്രണ്ടിന്റെ റിസോർട്ടല്ലേ, ഇതിന് ക്യാഷ് കൊടുക്കണ്ടെന്ന് അറിഞ്ഞപ്പോഴാ എനിക്ക് ശരിക്കും സമാധാനായത്. നമ്മുടെ ആഗ്രഹം സാധിക്കും, അച്ഛനൊരു ബുദ്ധിമുട്ടും ആവില്ല. ഓഡിറ്റോറിയത്തിന് വേണ്ടിയുള്ള ക്യാഷ് വെച്ച് കൂടുതൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാലോ. ഇവിടെ ഈ ഡയമണ്ട് ഷേപ്പിൽ കാണില്ലേ സിനിമയിലൊക്കെ, അതുപോലെ ത്രെഡിങ് വെക്കാവേ. പിന്നെ ആ ഭാഗത്ത് കുറെ പൂവൊക്കെ ചേർത്ത് ഹാരം ഉണ്ടാക്കി ഹാങ് ചെയ്ത് വെക്കാവേ. പിന്നെ ഇതിനകത്ത് ഹാർട്ട് ഷേപ്പിലുള്ള ബലൂൺ ഇല്ലേ, അത് ഒരുപാട് നിറച്ചിടാവേ. ലൈറ്റിംഗ്സ് ഒക്കെ കണ്ണടിച്ചു പോകുന്ന പോലെ വേണം. എല്ലാ കളേഴ്സും വേണം. റെഡ്, യെല്ലോ, ഗ്രീൻ, ഓറഞ്ച്, പർപ്പിൾ, അങ്ങനെ എല്ലാ കളേഴ്സും വേണം. എല്ലാ കളേഴ്സും എടുത്തു കാണണം. പിന്നെ DJ മ്യൂസിക്, ഡപ്പാങ്കുത്ത് മ്യൂസിക്. നമ്മൾ ഒരു വാക്കിൽ പറയുവാണെങ്കിലേ ഈ ഉത്സവം ഉണ്ടല്ലോ, അമ്പലത്തിൽ ഉത്സവം പോലെ വേണം ഇത്. കമോൺ വായാടി, ഇതൊക്കെ നോർമൽ കല്യാണത്തിന് നടത്തുന്ന ഡെക്കറേഷൻസ് അല്ലേ? ഇവിടുത്തെ ഡെക്കോറമേ വേറെയാ. ഇവിടെ എല്ലാം എലഗന്റ് ആയിരിക്കണം. ഞാൻ മറ്റൊരു പാറ്റേൺ ആലോചിക്കുന്നത്. മറ്റൊരു പാറ്റേൺ എന്ന് വെച്ചാൽ എന്താ? അമൂല്യ, നീ പറഞ്ഞതൊക്കെ ഇല്ലേ, തൃശ്ശൂർ പൂരത്തിന് പോലെയുണ്ട്. അത് വളരെ ചീപ്പായി പോവും. ഇവിടെ എല്ലാം എലഗന്റ് ആയിരിക്കണം. ഒരു ക്ലാസ് ലുക്കും വേണം. പിന്നെ ഒരു തീം ബേസ്ഡ് ആയിരിക്കണം. മെറൂൺ കളർ റിബൺ, വൈറ്റ് സാറ്റൻ ക്ലോത്ത്, എല്ലാം ആ കളർ തീം. എൻജോയ് ചെയ്യണം, ടു ദ കോർ. ആഘോഷമായിരിക്കണം, ഫെസ്റ്റിവൽ ആയിരിക്കണം. നമ്മുടെ വേദാന്ത് ഇത്ര വലിയൊരു സർപ്രൈസ് വരുന്ന ഞാൻ തീരെ വിചാരിച്ചില്ല. എന്തൊക്കെ പറഞ്ഞാലും കല്യാണം നടക്കുന്ന അതേ സ്ഥലത്ത് തന്നെ ഞങ്ങളെ കൊണ്ടുവരുന്ന തീരെ പ്രതീക്ഷിച്ചില്ല. അച്ഛാ, ഞങ്ങളും അതേ ഷോക്കിൽ തന്നെയാ. ഞങ്ങൾ ഇവിടെ എത്തുന്നത് വരെ ഞങ്ങൾക്കൊരു ക്ലൂവും കിട്ടിയിട്ടില്ലായിരുന്നു. മാത്രമല്ല, ഇങ്ങനത്തെ കാര്യങ്ങളില് ചേട്ടൻ ഞങ്ങൾക്ക് സർപ്രൈസ് തരാറില്ല.
എന്തായാലും വേദാന്ത് ഈ കല്യാണം നല്ല സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എനിക്കതാ സന്തോഷം. ശരി അളിയ, പണ്ടത്തെ ചേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോ ഇങ്ങനൊരു ദിവസം ശരിക്കും ചേട്ടൻ ഉണ്ടാവുമെന്ന് ഓർത്ത് ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ സ്വന്തം കല്യാണത്തിന് വേണ്ടിയിട്ട് ചേട്ടൻ ഇത്രയൊക്കെ പ്ലാൻ ചെയ്യുന്ന കാണുമ്പോ എനിക്ക് ശരിക്കൊരു ഞെട്ടല. അത് ശരിയാളിയാ. ശരിയാച്ചാ, ഞാനും വേദാന്തും തമ്മില് കോളേജ് ടൈം മുതൽ കാണുന്നതാ. അന്നത്തെ വേദാന്തും ഇന്നത്തെ വേദാന്തും തമ്മില് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതിനൊക്കെ കാരണം ആരാണെന്നറിയോ? നമ്മുടെ അമ്മു. അവളാ വേദാന്തിനെ ഇത്ര അധികം മാറ്റിയെടുത്ത്. ഇങ്ങനെ മാറിയ വേദാന്തിനെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അതിന് നിങ്ങൾ എല്ലാവരും എന്നോട് ആദ്യം താങ്ക്സ് പറയണ്ടേ. പൊട്ടാ, റൗഡി കൊച്ചിന് പോകേണ്ട ക്രെഡിറ്റ് നീ എന്തിനാ തട്ടിയെടുക്കുന്നേ? ചോട്ടാ സ്മോൾ ബോസ് എങ്ങനെ ഓഫീസിൽ വരാറില്ലല്ലോ, അതിന്റെ ഇടയ്ക്ക് നടന്ന മിറാക്കിളാ ഇത്. നമ്മുടെ ഓഫീസിൽ ഒരു ലേഡി കയറിയാൽ ജീവിതം തന്നെ മാറുമെന്ന് ഞാനാ പ്രഡിക്റ്റ് ചെയ്ത്. നമ്മുടെ ബോസിനെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഇവള് തന്നെയാ ശരിയായ ആള്. അതിപ്പോ സത്യമാണെന്ന് തെളിഞ്ഞില്ലേ? അമ്മൂമ്മയുടെ മെൻഡർ ആവാൻ വേണ്ടി എന്റെ കോൺട്രിബ്യൂഷൻ ഒരുപാടുണ്ടായിരുന്നു. ശരി ശരി, നിനക്ക് ആ ക്രെഡിറ്റ് മുഴുവനായിട്ടും തന്നേക്കാം. പക്ഷെ കുറച്ചു കഴിഞ്ഞ് എന്റെ മനസ്സിൽ ഒരുപാട് വേണ്ടാത്ത ചിന്തകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ബോസിന്റെ സ്വഭാവം മാറിപ്പോയപ്പോ ഒരുപാട് പെൺകുട്ടികൾക്ക് ബോസിനോട് സ്നേഹം തോന്നി തുടങ്ങി. അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ട് വിക്കി ബോസ്. ഏയ്, എന്താണോ പോത്? അത് നമുക്കിവരെ ഇവിടെ തന്നെ ലോക്ക് ചെയ്തിട്ടിട്ട് പോകാം. എന്നിട്ട് നമുക്ക് കല്യാണ ദിവസം തിരിച്ചു വരാം. ഇവരുടെ കല്യാണം കഴിഞ്ഞ് നമുക്ക് ഇവരെ രണ്ടുപേരും ഒരുമിച്ച് പുറത്തിറക്കാം. നീയും നിന്റെ കുറെ ആഗ്രഹങ്ങളും. നിന്റെ ആഗ്രഹങ്ങളും നിന്നെ പോലെ വിചിത്രമാണല്ലോ സുമേഷ്. എന്നാലും താൻ പറഞ്ഞൊരു സത്യമാണ്. പക്ഷെ പറഞ്ഞ രീതി ശരിയല്ല എന്നുള്ളൂ. സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഈശ്വരാ, ഈ പൊട്ടന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണേ. നിന്നെ കുറിച്ച് എനിക്ക് അറിയുന്നതല്ലേ. ഞാൻ പറഞ്ഞൊക്കെ നിനക്ക് ഇഷ്ടമായിട്ടുണ്ട്. പക്ഷെ എന്നോട് വഴക്കിടാൻ വേണ്ടി ഓരോന്ന് പറയുന്നതല്ലേ നീ? മിസ്റ്റർ വേദാന്ത് മേനോൻ, ഞാൻ ശരിക്കും എന്റെ ഒപ്പീനിയനാ പറഞ്ഞത്. നീ അത് മനസ്സിലാക്കാതിരിക്കുന്നതാ പ്രശ്നം. വൈറ്റ് കളർ പൂക്കള്, സാറ്റിൻ കളർ ക്ലോത്ത്. നമ്മൾ എന്താ കോൺഫറൻസ് ഹാളാണോ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്? അതോ ഇതേതെങ്കിലും ബിസിനസ് എക്സ്പോ ആണോ? ഇവിടെ ആഡ് ഷൂട്ട് ഒന്നും അല്ല നടക്കുന്നത്. ഇത് നമ്മുടെ കല്യാണം, റൗഡി ബേബിയുടെ കല്യാണം. എന്റെ കല്യാണത്തിന് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും വരും. അവര് വരുമ്പോ ഡെക്കറേഷൻസ് ഒക്കെ ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റണം. ഇതൊക്കെ കാണുമ്പോ മനസ്സിലാവണം ഇവിടെ നടക്കാൻ പോകുന്നത് അമ്മൂന്റെ കല്യാണമാണെന്ന്. എന്റെ പിറകെ നടന്ന എന്തോരം ആളുകൾ വരുമെന്ന് നിനക്കറിയോ? അവരൊക്കെ എന്റെ ഫാൻസാ. അവർക്കൊന്നും ഇത് മിസ് ചെയ്യാനേ പറ്റില്ല. വെറുതെ ഡിഗ്നിറ്റി ക്ലാസ് എന്ന് പറഞ്ഞ സമയം കളയല്ലേ. കല്യാണത്തിന് ഞാൻ പറയുന്ന ഡെക്കറേഷൻസ് എന്താണോ അതുപോലെ തന്നെ നടത്തണം. അപ്പൊ എന്റെ ഒപ്പീനിയൻ ഒരു വിലയുമില്ല അല്ലേ? ഓ, കറക്റ്റ്. നിന്റെ ഒപ്പീനിയനെ റെസ്പെക്ട് ചെയ്യണമല്ലോ. റിസപ്ഷന് വേണമെങ്കിൽ നിന്റെ ഇഷ്ടത്തിന് ഡെക്കറേറ്റ് ചെയ്തു. എനിക്കതിലൊരു പ്രശ്നമില്ല. നോക്ക്, ലിസൺ. നിനക്ക് ഞാൻ പറഞ്ഞ ഐഡിയ ഇഷ്ടമായില്ലെങ്കിൽ അത് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ മതി. അതല്ലാതെ വെറുതെ ഓരോ ഉടായ്പ ന്യായങ്ങളും പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട നീ. എനിക്കിങ്ങനെ ക്ലാസ് ആയിട്ടും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടും ഒന്നും പറയാൻ അറിയില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞു. 100% മാസായിരിക്കും. മനസ്സിലുള്ളത് എന്താണെങ്കിലും ഞാൻ പറഞ്ഞിരിക്കും. അതിൽ ഫിൽറ്റർ ഒന്നുമില്ല. എക്സ്ക്യൂസ് മീ, ഞാൻ കുറെ നേരമായിട്ട് കേൾക്കുന്നു. നിന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചാൽ മിണ്ടായിരിക്കുന്നേ. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. പൊട്ട ഐഡിയകളൊക്കെ പറയുന്ന നീയാ, ഞാനല്ല. തീരെ വിവരവുമില്ല, ബോധവുമില്ല. നീ പറയുന്നൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയോ? ചില തേർഡ് ക്ലാസ് തിയേറ്ററിൽ സിനിമ റിലീസ് ചെയ്യില്ലേ, അപ്പൊ കളർ പേപ്പറൊക്കെ കെട്ടി ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ ഉണ്ട്. അത്രയ്ക്കും വൃത്തിയേടാ അത്. ഓ, അങ്ങനെയാണോ? നീ പറഞ്ഞ ഡെക്കറേഷനെ 3 ദിവസത്തേക്ക് ഈ പന്തലിലേക്ക് ആർക്കും കയറാൻ പറ്റുമെന്ന് തോന്നില്ല. പിന്നല്ലാതെ ഡിജെയും ഡ്രംസ് ഒക്കെ വെച്ച് ഇവിടെ ബഹളം ഉണ്ടാക്കണം. അതത്ര കൂടുതലൊന്നും അല്ല. അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കിട്ടുമെന്നാ നോക്കുന്നത്. എല്ലാരും എൻജോയ് ചെയ്യണം. കല്യാണത്തിന് നടക്കുന്ന പ്രോഗ്രാമിൽ എല്ലാരും എൻഗേജ്ഡ് ആവണം. അതില്ലേ, അതാ ശരിക്കും കല്യാണത്തിന് വേണ്ട. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല.
നീ പറഞ്ഞത് എനിക്കും ഇഷ്ടപ്പെട്ടില്ല. ആണോ? അതെപ്പോഴാ? അയ്യോ, അത് ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല. നിനക്ക് ഞാൻ വേദാന്തമായിട്ട് സംസാരിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് പറയാം. എന്താ അളിയാ? എന്തിനൊക്കെ? എന്താ കാര്യം? നിക്ക് വിക്കി, ഞാനിപ്പോ വരാം. ഓ എടാ പൊട്ടൻ സുമേഷ്. സിദ്ധാർത്ഥ് സാറേ, എന്തിനാ അടിച്ചത്? ഞാനിവിടെ വെറുതെ നിൽക്കായിരുന്നില്ലേ? എന്താ കാര്യം? നിന്റെ നാക്കിന് ലൈസൻസ് ഇല്ല. നിക്കണോ? അയ്യോ, രക്ഷിക്കാ, അയ്യോ. ഓടിക്കരുത്. അളിയാ, അവിടെ വിട്ടെ. മാറി നിൽക്ക്. ചുമ്മാ ഇരി കളിയാ. മാറി നിൽക്കളിയാ. അളിയ അടങ്ങിയിരിക്കളിയാ. മാറി നിൽക്കളിയാ. മാറി നിൽക്ക്. വിക്കി ബോസ്, എന്നെ രക്ഷിക്കും വിക്കി ബോസ്. എന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്റെ ജീവിതം നശിപ്പിക്കരുത് വിക്കി ബോസ്. ഒന്ന് പറയൂ. അയ്യോ, അടിക്കല്ലേ. മാറി നിൽക്ക്. വേണ്ട വേണ്ട വേണ്ടെന്ന് പറ. മാറി നിൽക്ക്. പൊട്ട, തനിക്ക് വെയിറ്റ് കൂടുതലാ. എനിക്കാണ് ഈ പനി. ഇറങ്ങ്. അല്ല അളിയാ, ഈ പൊട്ടന് ഇതിപ്പോ എന്ത് ചെയ്തിട്ടാ? എന്താ കാര്യം എന്ന് പറയേ. കാര്യം സീരിയസ് ആണെങ്കിൽ ഈ പൊട്ടന് ഞാനും കൂടെ ചേർന്നുള്ള പണി കൊടുക്കാന്ന്. ഈ വൃത്തികെട്ട സുമേഷ് നാക്കെടുത്ത് ലോക്കാവെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചു. ലോക്കോ? അളിയൻ എന്തൊക്കെയാ പറയുന്നേ? നിന്റെ അമ്മ ഇപ്പോഴാ വിളിച്ചത്. വീണ്ടും എല്ലായിടത്തും ലോക്ക്ഡൌൺ അനൗൺസ് ചെയ്തു. എടോ പൊട്ടാ, തന്നെ ഞാൻ ഇനി വെറുതെ വിടില്ല. ഏത് ഗുളികം കയറിയ സമയത്താണ് ഞാനത് പറഞ്ഞേ. അയ്യോ, ഞാൻ അതൊന്നും ഓർത്ത് പറഞ്ഞതല്ല. അങ്ങനെ പറയാൻ ഞാൻ എന്ത് തത്തക്കാരനോ? ഈ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ അറിയാതെ പറഞ്ഞൊരു കാര്യം സത്യമാകുന്നത്. എനിക്കറിയില്ല. അതിനെല്ലാരും കൂടെ എന്നെ ഇങ്ങനെ അടിച്ചു കൊല്ലണോ? തനിക്കറിയില്ലാന്നല്ലേ? കാണിച്ചു തരാട്ടാ. അളിയാ, ആ വടി തന്നെ പിടിച്ചോ. പിടിക്കണോ? ദേ പിടിച്ചു. പൊട്ടാ, നിക്ക്. ഇവിടുന്ന് പിടിക്കല്ലേ? വേണ്ട. അവിടെ നിൽക്കാനാ പറഞ്ഞേ. സുമേഷ് ഇറങ്ങണം, താഴണം. അളിയാ, വഴി വിട്. ഒന്ന് മാറി നിക്ക്. വെറുതെ മാറി. അളിയാ, പുറം വിളിക്കാണ്ടേ? ഞാൻ പോയി. പാവം, അവനെ എന്തിനാ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അവൻ പാവാണെന്നോ? ചെറിയ ചവൻ കള്ളനാ. അച്ഛനൊന്നും മനസ്സിലാവില്ല. ഞങ്ങൾ നോക്കിക്കോളാം.